ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. പർപ്പിൾ കളറിലുള്ള കാബേജാണ് ഞാനിവിടെ തോരന് വേണ്ടി എടുത്തിരിക്കുന്നത്. പച്ച കാബേജിനെ അപേക്ഷിച്ച് ഈ ഒരു പർപ്പിൾ കാബേജിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഒരു പർപ്പിൾ കാബേജാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കാബേജാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് അറിയിക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു പകുതി കാബേജാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ കാബേജും ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. ഈ പാന് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്കായി പോകരുത്. കാരണം ഓവറായിട്ട് കുക്കായാൽ അതിലുള്ള ഔഷധ ഗുണങ്ങളൊക്കെ നഷ്ടമാവും. അങ്ങനെ കാബേജൊക്കെ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കാബേജാണ് തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Thank you for watching.